ഹായ് നമസ്കാരം. ഒരുപാട് കാലത്തിന് ശേഷമാണല്ലോ വീണ്ടും നമ്മൾ വീഡിയോയിലേക്ക് വരുന്നല്ലേ. ഒത്തിരി നാളുകളായി സുഖമില്ലാതൊക്കെ ഇരിക്കുന്നു. ഞാൻ വിചാരിച്ചു രാവിലെ എന്താണ് കറി വെക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ഒത്തിരി കാലങ്ങളായി മര്യാദയ്ക്ക് എന്താ പറയുക, വായിക്കൊരു ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുഡ് ഉണ്ടാകുന്നൊന്നും നമുക്ക് ക്ലിയർ ആവുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇത്രയും ദിവസം മോളുടെ കുക്കിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ എൻ്റെ വക കുക്കിംഗ് ആവാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പതിയെ നമ്മുടെ മുറ്റത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഇന്ന് എന്ത് കറി വെക്കും എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ നമുക്ക് എന്തായിരുന്നു കറി വെക്കാൻ പോകുന്നതെന്ന് നോക്കാം. ചെറിയ തക്കാളി കറിയും ഒരു പാവയ്ക്കത്തോരനുമാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ നമുക്ക് പറിച്ചുകൊണ്ട് വരാം കേട്ടോ. ഏത്തക്കൊല നോക്കിയപ്പോൾ അത് പഴുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ ഇലിഞ്ഞ് തിന്നു എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ പയ്യെ തൊടിയിലേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ. ഈ വർഷം പ്രത്യേകിച്ച് പച്ചക്കറിയൊന്നും നട്ടില്ല കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ അവിടെ കിടന്നതും തന്നെ കിളുത്ത് വന്നതുമായ പച്ചക്കറികളൊക്കെയാണ്. പാവലൊക്കെയാണെങ്കിലും തന്നെ കിളുത്ത് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ ഒരു പാവയ്ക്ക കിട്ടി. അപ്പം പാവയ്ക്ക മോൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഹസ്ബൻഡ് ഇച്ചിരിയൊക്കെ കൂട്ടുമെങ്കിലും ഞാനാണ് പിന്നെയും പാവയ്ക്ക കൂട്ടുക കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ തക്കാളി പഴുത്തത് വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പതിയെ തക്കാളി ചൂടിലേക്ക് പോയേക്കാമെന്ന് വിചാരിച്ചു. തക്കാളി ചൂടിലേക്ക് പോകുമ്പോൾ കോസ്മോസൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നുണ്ട്. അത്യാവശ്യം ചീനിയിലൊക്കെ എന്താ പറയുക, മുളകൊക്കെ ഉണ്ട്. ഒരു കപ്പ് മുളക് പറിച്ചെടുത്തു കേട്ടോ. അത്രത്തോളം മുളകുണ്ടായിരുന്നു. അപ്പോൾ പറിക്കാനൊക്കെ ആയിട്ട് ഞാൻ നിൽപ്പുണ്ടായിരുന്നു പഴുത്തും പെറുക്കിയൊക്കെ. അങ്ങനെ കാന്താരിയും പറിച്ചു. ചെറിയ കാന്താരിയുടെ തന്നെ ചെറിയൊരു പകഭേദമായിട്ട് കുഞ്ഞു പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മുളകിനൊക്കെ. പക്ഷേ ഇതെല്ലാം മമ്മി തന്നുവിട്ട തൈകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നട്ട് നോക്കുമ്പോണ്ട് പറമ്പിൽ കിടപ്പുണ്ട്. 2, 3, 4, 5 തക്കാളി കിടപ്പുണ്ട്. അപ്പോൾ 4 തക്കാളിയും പറിച്ചുകൊണ്ട് വന്നേക്കാമെന്ന് വിചാരിച്ചു. പഴുത്ത് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പം പക്ഷേ ഇത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തേങ്ങ അരച്ചങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് അതും പറിച്ചുകൊണ്ട് വന്നു. പിന്നെ പച്ചമുളകൊക്കെ ആയി കിടപ്പുണ്ട്. അപ്പം 2 പച്ചമുളകും പറിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ അതും പറിച്ചു. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു തക്കാളിക്കറിയും ഉച്ചക്കത്തേക്ക് തക്കാളിക്കറിയും പാവയ്ക്ക തോരനും വെക്കാം. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയൊക്കെയല്ലേ നോയമ്പിൻ്റെ. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ഒരു നോമ്പ് ആയേക്കാം. അപ്പം പിന്നെ എന്താ പറയുക, മത്സ്യമാംസാദികളൊന്നും വേണ്ടാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പറിച്ച് ഞാൻ വന്നു കേട്ടോ. ഇനി നമുക്ക് കറിയൊക്കെ വെച്ചൊന്ന് റിലാക്സ് ചെയ്യും. അപ്പോൾ ഒത്തിരി നാളായി എന്താണ് നമ്മൾ വീഡിയോയിലൊക്കെ വന്നിട്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി പച്ചക്കറിയുടെ വീഡിയോ ആണ്. അപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ 2, 3 ചൂട് പച്ചക്കറിയൊക്കെ ഉണ്ട് കേട്ടോ.